പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് കുമ്പസാരത്തിന് ഒരുങ്ങേണ്ട ഒരു രീതിയുണ്ട്. കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ: 1, പാപങ്ങളെക്കുറിച്ച് ക്രമമായി ഓർക്കണം. 2, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. 3, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞയെടുക്കണം. 4, ചെയ്തുപോയ പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയണം. 5, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ പാപങ്ങളെല്ലാം ക്രമമായി ഓർത്തിട്ടുണ്ടാവും, ഇല്ലേ? പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. പാപങ്ങളെല്ലാം ഓർക്കണം. കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം ഇതുവരെ ചെയ്തു പോയ ഓരോ പാപങ്ങളും ക്രമമായി ഓർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ക്രമം? ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിലെ കുമ്പസാരത്തിന് ശേഷമുള്ള ദിവസത്തിൻ്റെ ക്രമത്തിൽ നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ കടന്നു വന്നിട്ടുള്ളത് 10 പ്രമാണങ്ങളുടെ ക്രമത്തിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ക്രമമായി ഓർത്തെടുക്കുക. എന്തിനാ ക്രമത്തിൽ ഓർക്കുന്നത്? പറയുവാനായിട്ട് മറന്നു പോകാതിരിക്കാനാണ് ഒരു ക്രമം വയ്ക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോരാനല്ല. അപ്പോൾ ക്രമമായി ഓർക്കുവാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. ഓർക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ എഴുതി എടുത്തുകൊണ്ട് കുഴപ്പമുള്ള കാര്യമില്ല. ഒന്ന് എഴുതി വെക്കുന്നത് ഒരു നഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അത് കളയണമെന്ന് മാത്രം, ആർക്കും പേരെ കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ ക്രമമായി ഓർക്കുക. ഹല്ലേലൂയ. രണ്ടാമത്തതാണ്, ക്രമമായി ഓർത്ത പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. എങ്ങനെയാ പശ്ചാത്തപിക്കുക? 2 തരത്തിലുള്ള മനസ്താപമുണ്ട്. ഒന്നാമത്തത് ഉത്തമ മനസ്താപം, രണ്ടാമത്തത് അധമ മനസ്താപം. എന്താണ് ഉത്തമ മനസ്താപം? ദൈവമേ, അങ്ങ് സ്നേഹം തന്നെയാണല്ലോ, ഇത്രയധികം അങ്ങ് എന്നെ സ്നേഹിച്ചിട്ടും ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയല്ലോ എന്നതിനെ കുറിച്ചുള്ള ദുഃഖത്തിൽ നിന്ന് ഈശോയോട് മാപ്പ് ചോദിക്കുന്നതാണ് ഉത്തമ മനസ്താപം. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറയുന്നത്? ഈശോ എന്നെ സൃഷ്ടിച്ചു, ഈശോ എന്നെ പരിപാലിക്കുന്നു, എന്നിട്ട് ഞാൻ ഈശോയ്ക്കെതിരെ തെറ്റ് ചെയ്തല്ലോ, ഇത്രയൊക്കെ കുരിശിൽ കിടന്ന് പിടഞ്ഞ് എന്നെ രക്ഷിച്ചിട്ടും ഞാൻ പാപം ചെയ്തു പോയല്ലോ. ആ ഒരു ദുഃഖത്തിൽ നിന്നുള്ള അനുതാപമാണ് ഉത്തമ മനസ്താപം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേതാണ് അധമ മനസ്താപം. അധമ മനസ്താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ, നീ എന്നെ നരകത്തിലേക്ക് ഇടുമല്ലോ, ഞാൻ തെറ്റ് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകുമല്ലോ, അല്ലെങ്കിൽ നീ എന്നെ ജീവിതത്തിൽ ശിക്ഷിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുന്നു, ക്ലേശങ്ങൾ വരുന്നു, ദുരിതങ്ങൾ വരുന്നു, അതിന് കാരണം ഞാൻ പാപം ചെയ്ത് നിന്നിൽ നിന്ന് അകന്നു പോയത് കൊണ്ടല്ലേ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതാണ് അധമ മനസ്താപം. 2 മനസ്താപവും അതിൽ തന്നെ വലുതാണ്, കുഴപ്പമുള്ള കാര്യമില്ല. ചിലർക്ക് തൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ കാരണമായിരിക്കാം മനസ്തപിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നുള്ള ഭയത്തിൽ നിന്നായിരിക്കാം മനസ്താപം വരുന്നത്. അതുകൊണ്ട് അതൊരു കുറവായിട്ടൊന്നും കരുതണ്ട. ഏത് രീതിയിലായാലും മനസ്തപിച്ചാൽ മതി. ഉത്തമ മനസ്താപവും അധമ മനസ്താപവും അതിൽ തന്നെ പൂർണ്ണതയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം അനുസരിച്ചാണ് ഇത് രണ്ടും ഇരിക്കുക. അല്ല, നമ്മൾ കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൻ എന്നെ അടിക്കുമല്ലോ എന്ന് ഭയന്നിട്ട് ചെന്ന് നമ്മൾ അമ്മയുടെ അടുത്ത് പോയി കാര്യം പറയും. അതായാലും, അല്ലെങ്കിൽ അപ്പനോട് കാര്യം പറയും. അതായാലും അതല്ല, അപ്പൻ എന്നെ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അപ്പൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കുന്നു. രണ്ടായാലും ഒരു ഫലം തന്നെയല്ലേ? അതുപോലെ ഉത്തമ മനസ്താപായാലും അധമ മനസ്താപായാലും ഫലമൊക്കെ ഒന്ന് തന്നെയാണ്. മനസ്തപിക്കണം. ഇത് 2 സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു തന്നതാണ്. ഹല്ലേലൂയ. മനസ്സിലായല്ലോ? ഇനി കുമ്പസാരം എത്ര ടൈപ്പുണ്ട്? 3 ടൈപ്പുണ്ട്. ഒന്ന് കള്ളകുമ്പസാരം. എന്താണ് കള്ളകുമ്പസാരം? പലപ്പോഴും നമ്മൾ ചെയ്ത് കള്ളകുമ്പസാരമാണ്. കുഞ്ഞുനാൾ ചെയ്തു പോയ അതേ ലിസ്റ്റ് തന്നെയാണ് ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത് ചെന്ന് വായിക്കുന്നത്, അല്ലേ? അപ്പനമ്മേനെ അനുസരിച്ചിട്ടില്ല. അപ്പനമ്മ മരിച്ചു പോയിട്ട് വർഷങ്ങളായി ഉണ്ടാവും. എന്നാലും പറയുന്ന പാവമാണ് അപ്പനമ്മയെ അനുസരിച്ചിട്ടില്ല. കാരണം എന്താണ്? അതൊരു ലിസ്റ്റ് എന്തെങ്കിലും കുമ്പസാരിക്കാൻ വേണ്ടി പറയല്ലേ, അത് പറയുന്നു പോകുന്നു. അപ്പം അത് കള്ളകുമ്പസാരാണ്. എല്ലാ പാപം പറഞ്ഞതിന് ശേഷം അവസാനം നുണ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? ഈ പറഞ്ഞതൊക്കെ നുണയാണ്, അപ്പം അത് ഇതിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. കുട്ടികളുടെ അടുത്ത് ഇങ്ങനത്തെ വേറെ കാര്യങ്ങൾ കേൾക്കും. ഹല്ലേലൂയ.
അപ്പോൾ ഇത് കള്ളകുമ്പസാരമാണ്. കള്ളകുമ്പസാരം അതിൽ തന്നെ പാപമാണ്, കർത്താവിനെ പറ്റിക്കുകയാണ്. പിന്നെ ഉത്തമമായ ഒരു കുമ്പസാരം, ഉത്തമ മനസ്താപത്തിൽ നിന്നുള്ളതാകുന്ന കുമ്പസാരം, അഥവാ മനസ്താപത്തിൽ നിന്നുള്ളതാകുന്ന കുമ്പസാരം. അപ്പം നല്ലൊരു കുമ്പസാരം നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അടുത്തതാണ് മേലിൽ പാപം ചെയ്യുകയില്ലെന്നുള്ള ദൃഢമായ പ്രതിജ്ഞ. എന്താണ്? മേലിൽ പാപം ചെയ്യുകയില്ലെന്നുള്ള ദൃഢമായൊരു പ്രതിജ്ഞ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യണം. നമ്മൾ മനസ്താപനം ചൊല്ലും ഇല്ലേ? മനസ്താപനം ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മേലിൽ പാപം ചെയ്യുകയില്ല. എന്നിട്ട് പാപം ചെയ്യോ? ചെയ്യും. അപ്പം നമ്മൾ എന്തിനീ പ്രതിജ്ഞ എടുത്ത്? പ്രതിജ്ഞ അങ്ങനെ ആവില്ലേ? നമ്മൾ മനസ്സിലാക്കണം, നാം എപ്പോഴും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടതാണ്, അശുദ്ധിയിലേക്കല്ല. എപ്പോഴും എങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്? വിശുദ്ധിയിലേക്ക്. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വിശുദ്ധിയിലേക്ക് കേന്ദ്രീകൃതമാകണം. പാപം ചെയ്യുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്താൽ ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കണം. തെങ്ങ് കയറുന്ന വ്യക്തി താഴേക്ക് നോക്കിയിട്ട് തെങ്ങ് കയറാൻ പറ്റുമോ? ഇല്ല. മുകളിലോട്ട് നോക്കി ലക്ഷ്യം വെച്ച് പോകണം. താഴോട്ട് നോക്കി എന്ത് പറ്റും? ചിലപ്പോൾ തലകറങ്ങി വീഴും. അപ്പം മുകളിലോട്ടാണ് ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു ലക്ഷ്യമാണ് കുമ്പസാരത്തിൽ നമ്മൾ ചെയ്യുന്നത്. കർത്താവിന് മുമ്പിൽ പ്രതിജ്ഞിക്കണം. അത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായൊരു പ്രതിജ്ഞ എടുക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പം മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുമ്പോഴാണ്, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുമെന്ന് പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയും നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ തരികയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. അതുകൊണ്ടാണ് സഭ പറയുന്നത് മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം. അപ്പോൾ വീണ് പോകുന്നതിന് കാരണം എന്താ? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന കൃപ എൻ്റെ ഉള്ളിൽ വറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഞാൻ പാപം ചെയ്ത് വീണ്ടും പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നമല്ല അത്, എൻ്റെ ഉള്ളിൽ കൃപ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ? ഈ കൃപ ലഭിക്കണം, അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ കിട്ടണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിജ്ഞ ചെയ്തിട്ട് പാപം ചെയ്യാതിരിക്കുക നിങ്ങൾ വിഷയമല്ല. അപ്പം ഇത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. അടുത്തതാണ് കുമ്പസാരിക്കണം. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ വൈദികനോട് ഏറ്റുപറയണം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ഏറ്റുപറയണം? ആദ്യമേ വൈദികൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം ഇത്ര നാളായി, ഞാൻ 1 മാസമായി കുമ്പസാരിച്ചിട്ടുണ്ട്. നമ്മൾ പറയേണ്ട കാര്യം അത്. അല്ലെങ്കിൽ ഞാൻ 1 വർഷമായി കുമ്പസാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ 2 ആഴ്ചയായി കുമ്പസാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ 10 വർഷമായി കുമ്പസാരിച്ചിട്ട്. എന്താണ് എൻ്റെ ആത്മസ്ഥിതി എന്ന് വൈദികനെ സത്യസന്ധമായി അറിയിക്കണം. അതിനിടയ്ക്ക് ഞാൻ കുമ്പസാരിച്ചിട്ട് 3 ആഴ്ചയും 4 ദിവസവും 5 മണിക്കൂറുമായി ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ മതി. അത് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എത്രത്തോളമാണ് നമ്മുടെ ആ സ്ഥിതി, ആത്മസ്ഥിതി എന്നറിയുന്നതിന് വേണ്ടിയാണ് വൈദികനോട് നാം എന്ത് പറയണം? ഇത്ര നാളായി ഞാൻ കുമ്പസാരിച്ചിട്ടെന്ന് പറയണം. പിന്നെ പറയേണ്ടത്, കർത്താവേ പാപിയായ എന്നിൽ കനിയണമേ. ഇത് വൈദികനോട് പറയണം. കർത്താവേ പാപിയായ എന്നിൽ കനിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കാര്യം മനസ്സിലായോ? ഇനി 3ാമത്തെ കാര്യം, ഞാൻ വിവാഹിതയാണ്, അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷകനാണ്, അതുമല്ലെങ്കിൽ ഞാൻ അവിവാഹിതയാണ്, ഞാൻ യുവതിയാണ്, ഞാൻ വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ നാം എന്തായിരിക്കുന്നു എന്നുള്ള അവസ്ഥ നമ്മൾ പറയണം. അതെന്താണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ പറയണം. ഞാൻ വിവാഹിതനാണ്, അല്ലെങ്കിൽ ഞാൻ വിവാഹിതയാണ്, അതാണോ പറയാൻ പറ്റുന്നത്? അതല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷകനാണെന്നുള്ളതാണോ പ്രധാനപ്പെട്ട കാര്യം? എന്നതിൻ്റെ അർത്ഥം, നാം ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നാം ചെയ്യുന്ന പാപത്തിലെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു വൈദികൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നതും ഒരു അറിവില്ലാത്തൊരു വ്യക്തി പാപം ചെയ്യുന്നതും ഒരു പാപമാണെങ്കിലും ഗൗരവം കൂടെ ഏതിനായിരിക്കും? വൈദികൻ ചെയ്തതിനായിരിക്കും. അല്ലേ? ഒരു ശുശ്രൂഷകൻ, വചനം പങ്കുവെക്കുന്ന ഒരു ശുശ്രൂഷകൻ, മറ്റുള്ളവരോട് പാപം ചെയ്യുന്ന ഉപദേശിക്കുന്ന ഒരു ശുശ്രൂഷകൻ ചെയ്യുന്ന പാപവും സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നതും അതേ പാപം തന്നെയാണെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ കടം ആർക്കുണ്ടായിരിക്കും? ശുശ്രൂഷകനുണ്ടായിരിക്കും. ഒരു വിവാഹിതൻ
വ്യഭിചാരത്തിലേക്ക് പോകുന്നതും ഒരു വിവാഹിതരല്ലാത്തൊരു വ്യക്തി വ്യഭിചാരത്തിലേക്ക് പോകുന്നതും തമ്മിലും വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം എന്താ? അവിടെ വ്യഭിചാരം എന്ന പാപമേ ഉള്ളൂ. മറ്റേടത്ത് എന്ത് സംഭവിക്കുകയാണ്? വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 2 പാപം, കുടുംബത്തെ തകർക്കുന്ന പാപം കൂടി അവിടെ വന്നിരിക്കുക. അപ്പം ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത പാപം വ്യത്യസ്ത രീതിയിൽ വരുന്നത് കൊണ്ട് നമ്മുടെ ജീവിത അവസ്ഥ വൈദികൻ കൊണ്ട് പറയണം. ഇത് എന്തിനാണ്? വൈദികൻ നമ്മെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഥയൊന്നും പറയണ്ട, ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷമാണ് നാം നമ്മുടെ പാപങ്ങളെല്ലാം ഓരോന്നായിട്ട് വൈദികനോട് പറയാൻ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വേണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഉടനെ എന്ത് പറയണം? കഴിഞ്ഞു എന്നാണ് പറയാം അല്ലേ? കഴിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. അപ്പൊ കഴിഞ്ഞു എന്നർത്ഥം. മനസ്സിലായോ? എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. അപ്പൊ എന്താ ഗുണം? നമ്മൾ ഈ ലിസ്റ്റ് ഇട്ടതിന് ശേഷം കുമ്പസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ്, അയ്യോ ഒരു പാപം കൂടി ഉണ്ടായത്, അത് ഞാൻ പറയാൻ മറന്നുപോയല്ലോ. വീണ്ടും അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ഓടേണ്ടി വരികയാണ്. അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മളിത് പറഞ്ഞു, ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാൻ മറന്നുപോയത് പാപങ്ങളും ക്ഷമിച്ചു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അടുത്ത കുമ്പസാരത്തിൽ നമ്മൾ എന്തെങ്കിലും ഓർമ്മ വന്നു കഴിഞ്ഞാൽ അടുത്ത കുമ്പസാരത്തിൽ എപ്പോഴാണ് അവസരം കിട്ടുന്നത്? അപ്പോൾ, അതായത് നമ്മൾ ഇതിന് ശേഷം വീണ്ടും പാപം ചെയ്ത് കുമ്പസാരിക്കേണ്ടി വരും. പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ കുമ്പസാരത്തിലാണ് നമ്മൾ പറയാൻ മറന്നുപോയിട്ട് കർത്താവ് ഓർമ്മിപ്പിച്ച പാപം പറയേണ്ടതുള്ളൂ. മനസ്സിലായോ? അതല്ലാതെ ഒരു പാപം ചെയ്തു കഴിഞ്ഞത് ഓർത്ത് കുമ്പസാരത്തിൽ പോയി പറഞ്ഞു വീണ്ടും തിരിച്ചു വന്നു, അയ്യോ അടുത്തത് വേറെ ഒന്നും വന്നല്ലോ, വീണ്ടും അങ്ങനെ കുമ്പസാര കടമയ്ക്ക് പോകേണ്ടതില്ല. ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഇതിന് കാര്യം മനസ്സിലായോ? ഇതാണ് ഈ സഭ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പ്രത്യേകത. സഭ കുമ്പസാരത്തിൻ്റെ രീതിയിൽ പറയുന്ന വാക്കത്: പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ അച്ഛൻ എന്ത് പറയും? അച്ഛൻ മനസ്സിലാവും കഴിഞ്ഞു എന്നുള്ള കാര്യം അല്ലേ? അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? നമുക്കൊരു ആശീർവാദം തരും, ഉപദേശങ്ങൾ തരും. നമ്മൾ ചെയ്തു പോയ പാപത്തിനനുസരിച്ചുള്ള ഉപദേശങ്ങൾ തരും. പിന്നെ എന്ത് തരും? പ്രാർത്ഥന തരും. ആ പ്രാർത്ഥന അച്ഛൻ പറഞ്ഞു, എത്രയും ദയുള്ള മാതാവേ എന്നുള്ള ജപം 3 പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ കേൾക്കുന്ന നമ്മുടെ കിളി പോയി, എത്രയും ദയുള്ള മാതാവേ, അത് ഏതാ ഈ പ്രാർത്ഥന? കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ അച്ഛനോട് എങ്ങനെയാണ് ചോദിക്കുക? എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന എങ്ങനെയാണ് ചോദിക്കുക? അപ്പം അച്ഛനോട് എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന എനിക്ക് അറിയില്ല അച്ഛാ. അതറിയാണ്ടോ വന്നിരിക്കുന്നത് എന്ന് അച്ഛൻ പറയോ? ഇല്ല. നമുക്ക് ആ പ്രാർത്ഥന അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? അച്ഛൻ എനിക്ക് ഈ പ്രാർത്ഥന അറിയില്ല എന്ന് പറയണം. 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലി കാഴ്ച വയ്ക്കുക. അച്ഛൻ എനിക്ക് സ്വർഗസ്ഥനായ കംപ്ലീറ്റ് ചൊല്ലാൻ അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അത് പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അച്ഛൻ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമായ രീതിയിൽ കനം കുറച്ച് തരും. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ബലം കൊണ്ടൊന്നുമല്ല പാപമോചനം. ആണോ? ഇത്ര വലിയ പാപങ്ങളൊക്കെ ചെയ്ത് ലിസ്റ്റൊക്കെ ഇട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ പറയുന്നത് എന്താ? 3 സ്വർഗസ്ഥനായും 3 നന്മ പറഞ്ഞ് 3 തൃത്വസ്തുതിയും പൊക്കോളാൻ. അത്രേ ഉള്ളൂ എൻ്റെ പാപത്തിൻ്റെ. ആണോ? അല്ല. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അവൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിലേക്ക് എൻ്റെ പരിഹാരം കൂടി സമർപ്പിക്കുന്നതാണ് ഈ പരിഹാര പ്രവൃത്തി. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാനും അതിൽ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിലേക്ക് പങ്കാളിയാവുന്നുള്ളത് മാത്രമാണ് ആ ഒരു ചെറിയൊരു ത്യാഗപ്രവൃത്തി നമുക്ക് തരുന്നത്, പ്രാർത്ഥന തരുന്നത്. ചില സന്ദർഭങ്ങളിൽ ചില സമയത്ത് ഒന്നും കൊടുക്കൂല. ഈശോ എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ കൊള്ളാൻ പറയും. അല്ലെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ കഴിവില്ലാത്ത വ്യക്തിയാണ്, പറഞ്ഞാൽ മനസ്സിലാവാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇത്രയും പാവം വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഈശോയിനെ കഴിയണമെന്ന് പറഞ്ഞോളൂ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കുക. കാരണം എന്താ? നമ്മൾ ചെയ്ത പാപത്തിന് തുല്യമായ പരിഹാരമൊന്നും അല്ല നമുക്ക് ആ വൈദികൻ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ക്രിസ്തു കുരിശിൽ പീഡസഹനത്തിൽ സ്വീകരിച്ചു. അതിൽ പങ്കാളിയാകുവാനുള്ള നമ്മുടെ അവസരം മാത്രമാണ് നമ്മുടെ ഈ ചെറിയ ത്യാഗപ്രവൃത്തി നമുക്ക് തരുന്ന പാപപരിഹാരത്തിനുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ അത് സ്വീകരിക്കുന്നു. ചിലരെ വിഷമതാവും. അച്ഛനാകെ പറഞ്ഞ് ഒരു സുരസനായി, ഒരു നന്മ പറഞ്ഞ്, ഒരു തീർത്ഥസ്തുതി. ഞാൻ വേണമെങ്കിൽ ഒരു കൊന്ത ചൊല്ലി കാണിച്ചു തരാം, അല്ലേ? വേണമെങ്കിൽ ഞാൻ മുട്ടുമേ നടക്കാം. ഒന്നും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. കാരണം ക്രിസ്തുവിൻ്റെ കുരിശാണ് എൻ്റെ പാപപരിഹാരത്തിനുള്ള യോഗ്യത. ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും ക്രിസ്തുവിനോട് പറയുമ്പോൾ ക്രിസ്തു അത് മോചിച്ചിരിക്കുന്നു. നാം എന്ത് ചെയ്യണം? അതിലൊരു പങ്കാളിത്തം നമുക്ക് കിട്ടുന്നതിനുള്ള ബോധ്യത്തിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് വൈദികൻ എന്താണോ പ്രായശ്ചിത്തം തരുന്നത് അത് നിറവേറ്റണം. ഹല്ലേലൂയ. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നിറവേറ്റണം. വലുത് പറ്റാത്തതാണെങ്കിൽ അച്ഛനോട് പറയണം, പറ്റുന്നില്ല. അപ്പം നമുക്കത് വൈദികൻ ചെറുതാക്കി തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ ഇപ്പം പരിശുദ്ധാത്മാവ് എനിക്കൊരു കാര്യം വെളിപ്പെടുത്തി അത് ഞാൻ പറയാൻ പോവുകയാണ്. ചിലരെ വെറുതെ സത്യം ചെയ്യും, ഒരു അനാവശ്യമായി സത്യം ചെയ്യും. അനാവശ്യമായി സത്യം ചെയ്തിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനാവശ്യമായി സത്യം ചെയ്യും, അത് നടപ്പിലാക്കാൻ പറ്റില്ല. ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീയുടെ മാല മോഷ്ടിച്ചു, കള്ളം കൊണ്ടുപോയി. 1 പവൻ്റെ മാലയാണ് കള്ളം കൊണ്ടുപോയത്. അപ്പോൾ അത് കിട്ടുന്നില്ല, കള്ളം കൊണ്ടുപോയ വിഷമം, അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ഒരു നേർച്ച അങ്ങോട്ട് നേർന്നു. കർത്താവേ, ഈ 1 പവൻ്റെ മാല എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ 1 പവൻ്റെ ആ മാല അങ്ങനെ തന്നെ പള്ളിക്ക് സ്പോൺസർ ചെയ്യാം, പള്ളിക്ക് കൊടുക്കാം. അങ്ങനെയാണ് നേർച്ച നേർന്നത്. അങ്ങനെ ഇരിക്കെ ആ സ്വർണം മാല അവർ കിട്ടി. പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബം ദാരിദ്ര്യമാണ്, കഞ്ഞി കുടിക്കാൻ വകയില്ല. അങ്ങനെയുള്ള കുടുംബത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പള്ളിക്ക് സ്വതന്ത്ര ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ വ്യക്തി വൈദികനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം എനിക്ക് തരാനുള്ള പ്രാപ്തിയില്ല, ഇപ്പം കിട്ടിയതുകൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിച്ച് പോണത്. അപ്പോൾ വൈദികൻ എന്ത് പറയും? വൈദികന് അത് ഇളച്ചു കൊടുക്കാൻ അധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കുമ്പസാരത്തിൻ്റെ പവറാണ്. വൈദികൻ പറയും, നീ അതിൻ്റെ ദശാംശം തന്നാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും നിസാരം തന്നാൽ മതി എന്ന് വൈദികന് ഇളച്ചു കൊടുക്കാൻ അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയെങ്കിലും നേർച്ച നിറവേറ്റാത്തതുണ്ടെങ്കിൽ അത് കുമ്പസാരത്തിൽ പറഞ്ഞ് ഇളച്ചു വാങ്ങണം. ഹല്ലേലൂയ. മനസ്സിലായോ? പലരുടെ ഒരു പ്രശ്നമാണ് നേർച്ച നേരുക. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് മലയാറ്റൂർ മലയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ നേർച്ച നേർന്നു. കുഞ്ഞുണ്ടായി, കുഞ്ഞിനെയും കൊണ്ട് മലയാറ്റൂർ മലയിലേക്ക് പോകാൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. കുഞ്ഞ് വളർന്ന് വലുതായി, ഇപ്പോഴാണ് നേർച്ച ഓർമ്മ വന്നത്. അവൻ തിരിച്ച് അമ്മേനോട് കയറായി. എങ്ങനെ എടുത്തുകൊണ്ട് മോളിൽ പോവുക? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ നേർച്ച നേരുമ്പോൾ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞതെന്ന് അറിയാമോ? നിങ്ങൾ ആണയിടരുത്, നേർച്ച നേരരുത്. നിങ്ങൾക്ക് ആരാ നേർച്ച നേരാൻ അനുവാദം തന്നെ? ആരാ നിങ്ങൾക്ക് അധികാരം തന്നെ? സ്വർഗത്തെ കൊണ്ട് നിങ്ങൾ നേർച്ചയിടരുത്. അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്, നിങ്ങളുടെ അല്ല. പുണ്യാളനാണേ സത്യം, മാതാവാണേ സത്യം, കർത്താവാണേ സത്യം, അല്ലേ? അന്തോണിസ് പുണ്യാളനാണേ സത്യം. എത്ര സത്യങ്ങൾ സ്വർഗത്തെ കൊണ്ടേ. നമ്മുടെ പോക്കറ്റിലാണല്ലോ സ്വർഗം ഇരിക്കണത്, ആണോ? ഈശോ പറയുക, സ്വർഗത്തെ കൊണ്ട് നിങ്ങൾ ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമി കൊണ്ട് നിങ്ങൾ ആണയിടരുത്, അത് കർത്താവിൻ്റെ പാദപീഠമാണ്. എന്തൊക്കെയാണ് നമ്മൾ ആണയിട്ടിരിക്കുന്നത് ഭൂമി കൊണ്ട്? ഇല്ലേ? എത്ര കാര്യങ്ങൾ. മാതാവേ, എന്നെ പരീക്ഷ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ 10 മെഴുകുതിരി കത്തിക്കാം. മെഴുകുതിരി ഭൂമിയിലത്തെ. നിനക്ക് ആരെയും അധികാരം തന്നെ മെഴുകുതിരി കത്തിക്കാനുള്ള നേർച്ച ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഒരു അധികാരവും ഇല്ല. ഭൂമിയിലുള്ള ഒരു വസ്തുവിൻ്റെ മേലും എനിക്കും നിങ്ങൾക്കും അധികാരമില്ല. പിന്നെ എന്തിനാണ് അതൊക്കെ എടുത്തുകൊണ്ട് പോയി നേർച്ച തരുന്നത്?
ചിലരുടെ വിചാരം രൂപത്തിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് കുറച്ച് പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ മാതാവിന് സന്തോഷമായിക്കോളും, മാതാവ് എൻ്റെ കാര്യം നടത്തി തന്നോളും എന്ന് തെറ്റിദ്ധാരണ കൈക്കൂലി. അപ്പം ഇങ്ങനെ ശപഥങ്ങൾ അനാവശ്യമായി ചെയ്തിട്ട് കടപ്പാടായി കിടക്കുക, കടമായി കിടക്കുക. ഭൂമി കൊണ്ട് നിങ്ങൾ ശപഥം ചെയ്യരുത്, ആണയിടരുത്. കർത്താവിൻ്റെ പാദപീഠമാണ്. ഇനി ജെറുസലേമും കൊണ്ട് നിങ്ങൾ ആണിടരുത്, കർത്താവിൻ്റെ ആലയമാണ്. എന്താ കർത്താവിൻ്റെ ആലയം? ശരീരം. എൻ്റെ മക്കളാണ് സത്യം. മക്കളൊന്നും എൻ്റെ നിങ്ങളെയാണോ മക്കള്? കർത്താവിൻ്റെ ആലയമാണ്. എൻ്റെ ഭർത്താവാണ് സത്യം, എൻ്റെ ഭാര്യയാണ് സത്യം, ഞാനാണ് സത്യം. എൻ്റെ തല പൊട്ടിത്തെറിച്ചോട്ടെ, അല്ലെ നമ്മൾ പറയാറില്ല, എൻ്റെ തല പൊട്ടിത്തെറിച്ചോട്ടെ, ഞാനാണ് സത്യം. ഇത് എൻ്റെയാണോ ഈ ശരീരം? കർത്താവിൻ്റെ ആലയമാണോ? എൻ്റെ മക്കൾ കർത്താവിൻ്റെ ആലയമല്ലേ? എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് കർത്താവിൻ്റെ ആലയമല്ലേ? എൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ ആലയമല്ലേ? പിന്നെ നീ എന്തുകൊണ്ടാണ് ശപഥം ചെയ്യുന്നത്? ഒന്ന് പറയും. ആളയിടുവാൻ, സത്യം ചെയ്യുവാൻ നമുക്ക് യാതൊരുവിധ അവകാശവുമില്ല, അധികാരവുമില്ല. പിന്നെ എന്താണെന്നറിയുമോ ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്? അടയാളം ചോദിക്കലാണ്, അടയാളം ചോദിക്കലേ. അല്ലെങ്കിൽ കർത്താവുമായി ഒരു പ്രാർത്ഥനയിലുള്ളൊരു മൽപ്പിടുത്താണ്. കർത്താവേ നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് കർത്താവുമായുള്ളൊരു പ്രാർത്ഥനയുള്ളൊരു മൽപ്പിടുത്താണ്. പ്രാർത്ഥനയുടെ രീതി അതുണ്ട്, വിശുദ്ധന്മാരൊക്കെ ചെയ്യാറുണ്ട്. പ്രാർത്ഥനയിലുള്ള ഒരു ബലപ്പെടുത്തണം. അതൊരു വേറൊരു ട്രെയിനിങ്ങാണ്. നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അതിന് പകരം ഇതൊരു വെറും ഒരു കർത്താവിന് കൈക്കൂലി കൊടുക്കുന്ന പോലെ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടിരിക്കുക ആളുകൾ. അത് അനുവദനീയമല്ല, ക്രിസ്ത്യാനിറ്റിക്ക് അനുവദനീയമല്ല. ഞാൻ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഇത് അനുവദനീയമല്ല. ഈ ശപഥം ചെയ്യുന്ന പരിപാടി അനുവദനീയമല്ല. കർത്താവ് രണ്ടാം പ്രമാണത്തെ പൂർത്തീകരിച്ചത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് കടപ്പാടായി നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിവുള്ളതാണെങ്കിൽ അത് നിങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ നമുക്ക് അധികാരമില്ലാത്തടത്ത് പോയി ശപഥം ചെയ്യരുത്. ഒരിക്കൽ ഒരു സ്ത്രീ ശപഥം ചെയ്തതാണ്. എന്തെന്നറിയാമോ? അവരുടെ വകയിലൊരു ബന്ധു മകൻ, ആ മകനൊരു അസുഖം വന്നു. അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരു ശപഥം ചെയ്യാണ്. കർത്താവേ, ആ മകന് രോഗം മാറുകയാണെങ്കിൽ അവന് തുലാഭാരം നേർന്നിരിക്കുന്നു. നേർച്ചയാണ്, തുലാഭാരം നേർന്നിരിക്കുന്നു. അത് അവർ അറിഞ്ഞിട്ടില്ല, അവർ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. ഇവർ നേർച്ച നേരിൽ കഴിഞ്ഞു. രക്ഷപ്പെട്ട് കിട്ടിയപ്പോൾ വന്നത് പറയണ്, അതെ നിനക്കൊരു തുലാഭാരം, ഞാൻ പൂവമ്പഴം കൊണ്ട് തുലാഭാരം നേർന്നിട്ടുണ്ട്, പോയി പൂവമ്പഴം കൊണ്ട് പോയി തുലാഭാരം നേർന്നോട്ടോ, ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതൊക്കെ അനാവശ്യമായ പ്രവൃത്തികളാ. മറ്റൊരു കാര്യം, ഇതിന് ഈ വിഷയത്തിൽ തന്നെ പറ്റി പറയുമ്പോൾ തന്നെ അടുത്തൊരു രസകരമായ കാര്യം, വേളാങ്കണ്ണിക്ക് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മോനെ, നീ പരീക്ഷ ജയിച്ചാൽ നമ്മൾ കുടുംബമായി വേളാങ്കണ്ണിക്ക് പോകാമെന്ന് ഞാൻ നേർച്ച തന്നിട്ടുണ്ട്. എന്നിട്ട് ഭർത്താവിനോട് പറയാണ്, ഞാനിങ്ങനെ നേർച്ച തരണം, അത് നിറവേറ്റി തരണം. ലക്ഷ്യം എന്താണ്? എനിക്ക് വേളാങ്കണ്ണിക്ക് പോകണം. അതിന് ഞാൻ ചെയ്ത ഐഡിയ എന്താണ്? അവൻ പരീക്ഷയ്ക്ക് ജയിച്ച ഫാമിലി മുഴുവൻ വേളാങ്കണ്ണിക്ക് പോകാമെന്ന് ഭർത്താവിനോട് പറഞ്ഞ് ചട്ടം കെട്ടി നേർച്ച നേർന്നാണെന്നും പറഞ്ഞ്. ഭർത്താവ് നോ പറയാൻ പറ്റുമോ? ഞാൻ നേർച്ച നേർന്നതല്ലേ? ഭർത്താവിനോട് പറയണം, ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്, അത് കാരണം കൊണ്ട് പോയിക്കൊള്ളണം, നിർബന്ധമായും പോയിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം ഏറ്റവും നല്ല ഐഡിയ എന്താണെന്നറിയാമോ? കെട്ടിയവനോട് പറയാ, എനിക്ക് വേളാങ്കണ്ണിക്ക് പോകണം, പോവുക. അതിനിടയിലേക്ക് കർത്താവിനെ പിടിച്ചിടരുത് പ്ലീസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ഇന്ന് പല സന്ദർഭങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോൾ, അത് അനുഭവം എന്ന് പറയില്ല, ഒരു കഥയായിട്ട് പറഞ്ഞെന്ന് കരുതിക്കോ. അമ്മായിമ്മ പറയാണ്, എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞാൽ മോളും മനുവനും കൂടി വിശുദ്ധനാട് സന്ദർശിക്കാമെന്ന് ഞാൻ നേർച്ച ചേർന്നിട്ടുണ്ട്, നീ അവിടെയും കൊണ്ട് വിശുദ്ധനാട്ടിക്ക് പോക്കോട്ടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം ഇങ്ങനെ വല്ല കടങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത്
എന്ത് ചെയ്യും? നമ്മുടെ വകതിരിവില്ലായ്മ കൊണ്ട് നമ്മളിങ്ങനെ കടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കുമ്പസാരം അതിനുള്ളതാണ്. അവിടെ പറയണം, ഞാൻ ഇങ്ങനൊരു കടം ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. കർത്താവിനുമായിട്ടുള്ള പാപമാണത്. രണ്ടാം പ്രമാണത്തിനെതിരായ ലംഘനമാണത്. ഹല്ലേലൂയാ. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, എന്തിനാണ് ഒരു വൈദികന്റെ അടുത്ത് പോയി കുമ്പസാരിക്കുന്നത്? നമുക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ, എന്തിനാ അച്ഛൻ്റെ അടുത്ത് പോയി പറയണേ? അല്ലേ? ആരാണ് പാപം മോചിക്കുന്ന വ്യക്തി? അച്ഛനാണോ? ആണോ? പറയൂ, ആരാണ് പാപം മോചിക്കുന്ന വ്യക്തി? ദൈവമാണ്. അപ്പൊ നിങ്ങൾക്ക് ദൈവവുമായി നേരിട്ടൊരു ബന്ധമല്ലേ? ഉണ്ട്. പിന്നെ എന്തിനാ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കേണ്ട ആവശ്യം? എനിക്ക് നേരിട്ട് ദൈവവുമായി പറഞ്ഞാൽ പോരെ? പോരെ? പോരാ, പോരാ. എന്താ കാര്യം? എന്താ കാര്യം? ഈ നേരിട്ട് പറയുന്നതിന് പ്രശ്നം എന്താണെന്നറിയോ? നേരിട്ട് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് കർത്താവ്. കാരണം കർത്താവിൻ്റെ അടുത്ത് ആദ്യം പാപം ചെയ്ത വ്യക്തി നേരിട്ട്, ഒരു വൈദികനില്ലാത്തത് കൊണ്ട് നേരിട്ട് കുമ്പസാരിച്ചു. എവിടെയാണ്? ഏദൻ തോട്ടത്തിൽ. അതാണ് അതിൻ്റെ പ്രശ്നം. എന്താ ഉണ്ടായത്? ആദം, നീ എവിടെ? അപ്പൊ ആദം മെല്ലെ രക്ഷപ്പെട്ടു വന്നു. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നുവോ? ഉടനെ അവൻ പറഞ്ഞ മറുപടി എന്താ? നീ എനിക്ക് കൂട്ടി തന്ന സ്ത്രീ എന്നെ പറ്റിച്ചു, ഞാൻ തിന്നു. പ്രൈസ് ദി ലോർഡ്. ആരുടെ കുറ്റം? ആരുടെ കുറ്റം? സ്ത്രീയുടെ കുറ്റമാണ്. നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്നെ പറ്റിച്ചു, ഞാൻ തിന്നു. മനസ്സിലായോ? അപ്പൊ ആദത്തിന് വല്ല കുറ്റമുണ്ടോ? ഇല്ല. അപ്പൊ സ്ത്രീയോട് ചോദിച്ചു, നീ ആ പഴം ഭക്ഷിച്ചുവോ? സ്ത്രീ എന്താ പറഞ്ഞേ? സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നു. അപ്പൊ അവൾക്ക് കുറ്റമുണ്ടോ? ഇല്ല. നമ്മൾ കർത്താവിനോട് നേരിട്ടിട്ട് പാപം പറയുമ്പോൾ ഉണ്ടാവുന്ന വിഷയം ന്യായീകരണം സംഭവിക്കുന്നുള്ളതാണ്. ന്യായീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രശ്നം. അത് കർത്താവിനറിയാം. ഏതൊരു മനുഷ്യനും, കർത്താവ് ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇന്ന പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് കുറേ പറഞ്ഞതിന് ശേഷം അവസാനം പറയും, എന്നാലും ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാ, ഇനി ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ എന്നെ അവരിങ്ങനെ പ്രലോഭിപ്പിച്ച കാരണം ഞാൻ ചെയ്തു പോയതാ, ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം നമ്മുടെ മനസ്താപം അപൂർണമായി. നമുക്ക് കുറ്റമില്ല. ഈ ന്യായീകരണം എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുചെല്ലും. ഹല്ലേലൂയ. മനസ്സിലായോ? അതാ പ്രശ്നം. നമ്മളൊരു പാപം ചെയ്തിട്ട്, പാപത്തിനൊരു സർക്കിളുണ്ട്, പാപത്തിന്റെ അടിമത്തം. ഒരു പാപം ചെയ്ത ആ നിമിഷം നാം മനസ്സപിക്കുമ്പോൾ അവിടെ ന്യായീകരണം കടന്നു വന്നാൽ, വീണ്ടും ആ അവസരം വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നാം വീണ്ടും പാപം ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാം മനസ്തപിക്കുമ്പോൾ പാപമോചനം ലഭിച്ചെന്ന് ബോധ്യം നമുക്ക് ഉണ്ടാവണം. നാം ന്യായീകരിക്കാനും പാടില്ല. ഇത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് കുമ്പസാർ എന്നുള്ള കൂദാശ സ്ഥാപിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിലെ ഈശോ ഈ അധികാരം ഉപയോഗിക്കുന്നുണ്ട്. പാപം മോചിക്കാൻ ആർക്കാണ് അധികാരം? ദൈവത്തിനാണോ മനുഷ്യനാണോ? ആർക്കധികാരം? ദൈവത്തിന്. പാപം മോചിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ്, മനുഷ്യനല്ല. യേശുക്രിസ്തു മനുഷ്യപുത്രനായി ഭൂമിയിൽ കടന്നു വന്നപ്പോൾ പിശാചിന് അധികാരമില്ലാത്തൊരു വ്യക്തിയാണ് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിന് അധികാരമുണ്ട്. ദൈവം എന്ന നിലയിലും പാപമൊട്ടും ഏശാത്ത മനുഷ്യൻ എന്ന നിലയിലും അധികാരം ആർക്കുണ്ട്? യേശുക്രിസ്തുവിനുണ്ട്. അധികാരമുള്ളവൻ അധികാരം നൽകിയാൽ അധികാരം കിട്ടോ? 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 കിട്ടും, അല്ലേ? അതെ, നമ്മൾ പറയുന്നില്ലേ,
ഗവർണർ അധികാരം കൊടുത്താലാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റുക, അല്ലേ? രാഷ്ട്രപതി സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്താലാണ് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റുള്ളൂ. ഇതാണ് അധികാരമുള്ളവൻ അധികാരം നൽകിയാലാണ് അധികാരം ലഭിക്കുക. യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിക്ക് അധികാരമുണ്ട്. അവൻ തന്റെ ശിഷ്യന്മാർക്ക് ഈ അധികാരം കൊടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:22 നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് ബന്ധിക്കപ്പെട്ടിരിക്കും. എന്താ കൊടുത്തത്? അധികാരം. അധികാരമുള്ളവൻ ഈ കർത്താവ് അധികാരം കൈമാറുന്നു, കൊടുക്കുന്നു. അപ്പൊ അധികാരം ലഭിക്കും. അങ്ങനെ അപ്പസ്തോലന്മാർക്ക് കിട്ടിയ ഈ അധികാരം അപ്പസ്തോലന്മാർ അവരുടെ പിൻഗാമികൾക്ക് ഈ അധികാരം കൈമാറി 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 ഇന്ന് എവിടെ വരെ എത്തി? നമ്മുടെ മെത്രാന്മാരുടെ കയ്യിൽ ഈ അധികാരമുണ്ട്. ആരുടെ കയ്യിലുണ്ട്? ആരുടെ കയ്യിലുണ്ട്? മെത്രാന്മാരുടെ കയ്യിൽ. മെത്രാന്മാർ എന്ത് ചെയ്യും? വൈദികർക്ക് വർഷം വർഷം ഈ അധികാരം കൊടുക്കും. അപ്പോൾ ഒരു വർഷം വൈദികൻ പറയാണ്, മെത്രാൻ പറയാണ് വൈദികനോട്, നീ അടുത്ത വർഷം കുമ്പസാരിപ്പിക്കേണ്ട, അധികാരം നിനക്കില്ല എന്ന് മെത്രാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ അധികാരം വൈദികന് കിട്ടുമോ? കിട്ടില്ല, കഴിഞ്ഞു. അധികാരം ആർക്കിരിക്കുന്നത്? അപ്പസ്തോലന്മാർക്കാണ് കർത്താവ് അധികാരം കൊടുത്തത്. അപ്പസ്തോലന്മാരെ പിൻഗാമിയായ മെത്രാനാണ് ഈ അധികാരമുള്ളത്. എന്തിനുള്ള അധികാരമാണ്? പാപം മോചിക്കാനുള്ള അധികാരം. ഹല്ലേലൂയ. അപ്പൊ വൈദികൻ ഈ അനുഷ്ഠാന കർമ്മം ചെയ്യുമ്പോൾ അത് മെത്രാന് വേണ്ടി ചെയ്യുന്നു. മെത്രാന് എവിടുന്ന് അധികാരം കിട്ടി? മറ്റൊരു മെത്രാൻ. അങ്ങനെ മുകളിലോട്ട് പോയി എവിടെ എത്തും? അപ്പസ്തോലന്മാർക്ക് ഈ അധികാരം ആര് കൊടുത്തു? കർത്താവ് കൊടുത്തു. അപ്പൊ അധികാരത്തിന് വിലയുണ്ടോ? വിലയുണ്ടോ? വിലയുണ്ട്. ഈ അധികാരമാണ് വൈദികർ കുമ്പസാര കൂട്ടി നിർവഹിക്കുന്നത്. അപ്പൊ അധികാരമില്ലാത്ത ഒരാള് എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ശരിയാകുമോ? അതൊരു നിയമവഴിക്ക് പോകണ്ടേ? മുഖ്യമന്ത്രി ഒപ്പിടേണ്ട പേപ്പറിന്റെ അടിയിൽ അടുത്ത് മുഖ്യമന്ത്രിക്ക് പകരം ഞാൻ ഒപ്പിട്ട ശരിയാവോ? നിങ്ങൾ സമ്മതിക്കുമോ? ഒരു പേപ്പർ നിങ്ങളുടെ ഭൂമിയുടെ ആധാരം ശരിയാക്കി പട്ടയം കിട്ടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പേപ്പർ കൊണ്ടുവന്നു. ഇപ്പോൾ റവന്യൂ മന്ത്രി ഒപ്പിടേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ കളക്ടർ ഒപ്പിടേണ്ട സ്ഥലത്ത് ഞാൻ കയറി ഒപ്പിട്ട് എന്നാ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ നാട്ടിൽ സമ്മതിക്കുമോ? സമ്മതിക്കുമോ? ഇല്ല. എന്നാൽ കളക്ടർക്ക് വേണ്ടി തഹസിൽദാർ ഒപ്പിട്ടാൽ പോലും വാലിഡിറ്റി ഉണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ളവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അധികാരമുണ്ട്. ഇതുപോലെ അധികാരമുള്ളവർ അധികാരം ഉപയോഗിച്ച് കൈമാറി വരുന്ന ഒരു ശുശ്രൂഷയാണ് കുമ്പസാരം. അപ്പൊ പ്രിയപ്പെട്ട മക്കളെ, ഈ കുമ്പസാരം എന്ന ശുശ്രൂഷ സഭയിൽ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി? AD 6-ാം നൂറ്റാണ്ടിലാണ് ഈ കാണുന്നത് പോലെ കുമ്പസാരം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനു മുമ്പ് കുമ്പസാരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ സഭയിലുള്ള ഒരു ശുശ്രൂഷയാണ് കുമ്പസാരം എന്ന് പറയുന്ന ശുശ്രൂഷ. അത് നിർവഹിച്ചിരുന്നത് എല്ലായ്പ്പോഴുമല്ല, ഇന്ന് കാണുന്ന പോലൊന്നും അല്ല. അത് നിർവഹിച്ചിരുന്നത് വളരെ അപൂർവം സന്ദർഭങ്ങളിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കുമ്പസാരം എന്ന ശുശ്രൂഷ സഭയുടെ അപൂർവം സന്ദർഭങ്ങളിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ മാമോദിസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പാമോചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാൻ പാടില്ല ക്രിസ്ത്യാനികള്. അങ്ങനെയായിരുന്നു. അപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കുമ്പോൾ അവരേതെങ്കിലും മാനപാപത്തിൽ വീണു പോയാൽ പിന്നെ അനുതാപ ശുശ്രൂഷ കിട്ടാൻ ചിലപ്പോൾ വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. എന്നാലും അനുതാപ ശുശ്രൂഷ കിട്ടും. അങ്ങനെയായിരുന്നു ആദിമസഭയിൽ ഇത് ആഘോഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സഭയുടെ ചരിത്രത്തിൽ പറയുന്നത് 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടായപ്പോൾ കുട്ടികൾക്ക് മാമോദിസ കൊടുക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ ഭയന്നിരുന്നു. എന്താ കാരണം? കുട്ടികൾക്ക് മാമോദിസ കൊടുത്തു, അവർ വളർന്നു വരുമ്പോൾ എന്തെങ്കിലും തെറ്റിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുമ്പസാരം കിട്ടാൻ വർഷങ്ങൾ കാത്തിരിക്കണം. ഒരു അറിവില്ലാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാലോ? അപ്പം ഇങ്ങനൊരു പാഷണ്ഡത കടന്നു വന്നപ്പോഴാണ് അഗസ്റ്റിനോസ് കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കണമെന്ന് പ്രത്യേക നിർബന്ധം പറഞ്ഞുകൊണ്ട് ഇത് കൃപ നൽകുന്ന ഉദാശയാണെന്ന് പറഞ്ഞുകൊണ്ട് മാമോദിസയെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ കുദാശ വളരെ
ചിലപ്പോൾ ഈസ്റ്ററിനോടനുബന്ധിച്ച്, പെസഹയോടനുബന്ധിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ കൽപ്പനയിൽ എഴുതിയത് എന്താ? ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കുകയും പെസഹ കാലത്ത് കുർബാന സ്വീകരിക്കുകയും വേണം അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അതിനുള്ള കാരണം ഇതാ, സാഹചര്യം ഒരു പക്ഷെ അങ്ങനെയാ കിടക്കുക. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ 6-ാം നൂറ്റാണ്ടിനോടുകൂടി സഭയിലെ ഈ കുദാശ ഇങ്ങനെ ആത്മീയ മക്കളുടെ കൃപ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കടി കൊടുക്കുവാനായി സന്യാസ വൈദികർ തുടക്കം കുറിച്ചതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന കുമ്പസാരം എന്ന ശുശ്രൂഷയുള്ളത്. ആദിമ സഭയിൽ ഇത് ബൈബിളിലുണ്ട്, ബൈബിളിലുണ്ട്. ആദ്യ 1-ാമത്തെ നൂറ്റാണ്ടിലൊക്കെ ഇതെങ്ങനെയാണ് നിർവഹിച്ചിരുന്നറിയാമോ? കുമ്പസാരം എന്ന ശുശ്രൂഷ നിർവഹിക്കേണ്ട സമയമാകുമ്പോൾ വൈദികൻ അല്ലെങ്കിൽ അപ്പസ്തോലൻ മെത്രാൻ വരും, അവിടെ നിൽക്കും, ഓരോരുത്തരായി കടന്നു വരും. എന്നിട്ട് സഭയോടും ചെയ്തുപോയ പാപങ്ങൾ പരസ്യമായി വിളിച്ചു പറഞ്ഞ് അനുദപിച്ച് കരയും. വൈദികൻ അവർക്ക് പാപമോചനം നൽകി വിടും, അല്ലെങ്കിൽ മെത്രാൻ അവർക്ക് പാപമോചനം നൽകി വിടും. ഇങ്ങനെ പരസ്യ കുമ്പസാരമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ പാപമോചന ശുശ്രൂഷ ഉണ്ടായിരുന്നു. ബൈബിളിൽ പറയുന്നുണ്ടോ? ബൈബിളിൽ പറയുന്നുണ്ടോ? ബൈബിളിൽ പറയുന്നുണ്ട്. വചനമുള്ളൊരു ബൈബിളിലൊരു ബൈബിൾ വാക്കെടുത്തോളൂ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 18 മുതലുള്ള തിരുവചനം. അവിടെ പറയുകയാണ്, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറക്കെ വായിച്ചേ, എന്നോട് കൂടെ വായിച്ചേ. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും. രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. എന്ത് എന്ത് എന്ന സംഭവം ഇതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ്ലീഹായി അംഗീകരിക്കില്ല, അപ്പസ്തോലനായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് കൊറിന്തോസ് സഭയിൽ പ്രശ്നം ഉണ്ടാക്കി. അവരെ എല്ലാം വീണ്ടും രമ്യതപ്പെടുത്തി. അപ്പോൾ അവർ പൗലോസിനെ വീണ്ടും സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുമ്പോൾ പൗലോസ്ലീഹ അവരോട് പറയുന്ന ഒരു കാര്യം, കുമ്പസാരം അവിടെ പറയുക, കുമ്പസാരിപ്പിക്കാൻ വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വചനം പറയാം, ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ആരെയാണ്? അപ്പസ്തോലന്മാരെ. നമ്മളെ എന്നല്ല, ഞങ്ങളെ അപ്പസ്തോലന്മാരെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും. ആരോട്? പിതാവായ ദൈവത്തോട്. ക്രിസ്തു വഴി അപ്പസ്തോലന്മാരെ രമ്യതപ്പെടുത്തുകയും. രമ്യതയുടെ ശുശ്രൂഷ അതെന്താ സംഭവം? അനുരഞ്ജന ശുശ്രൂഷ എന്ന് പറഞ്ഞ എന്താ കാര്യം? കുമ്പസാരം. സുറിയാനി വാക്കാണ് ഈ കുമ്പസാരം. അതിന്റെ മലയാളം പദം എന്താണ്? അനുരഞ്ജന ശുശ്രൂഷ. എന്താണ്? അനുശുശ്രൂഷ. ബൈബിളിൽ ഉണ്ട് ഈ പദം. കുമ്പസാരം ബൈബിളിലുണ്ടോ? ഉണ്ട്, ഇവിടെയാണ്. രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ച്, ദൈവം ക്രിസ്തു വഴി രമ്യതയുടെ സന്ദേശം മെത്രാന്മാർക്ക് അപ്പസ്തോലന്മാർക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. കണ്ടോ? അതിന്റെ വഴി മനസ്സിലായോ? ഞാൻ അടുത്ത വരി പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. എന്താ സ്ഥാനപതി എന്ന് പറഞ്ഞ അർത്ഥം? അംബാസഡർ. ഓരോ രാജ്യത്തും ഓരോ അംബാസഡർമാരുണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഈ ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല. സീസറിന്റെ അംബാസഡറാണ് പീലാത്തോസ്. പീലാത്തോസ് എന്തു പറഞ്ഞാലും, ആ നാട്ടിലെ ഗവർണറായിരിക്കുന്ന തസ്തികയിൽ ഇരുന്നു കൊണ്ട് പീലാത്തോസ് എന്തു പറഞ്ഞാലും അത് സീസർ പറഞ്ഞതുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. സീസർ പറഞ്ഞതെന്തും അംബാസഡറായ ഗവർണറായിരിക്കുന്ന പീലാത്തോസ്, സ്ഥാനപതിയായ പീലാത്തോസ് പറഞ്ഞിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് കുമ്പസാര കൂട്ടിലിരിക്കുന്ന വൈദികൻ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാ.
ആ വൈദികൻ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞതിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിസ്സാര കാര്യമല്ല. ഇതാണ് ആ നിയമം. അപ്പൊ നാം വൈദികനടുത്ത് കുമ്പസാരിക്കുമ്പോൾ വൈദികൻ ക്രിസ്തുവിന്റെ സ്ഥാനപതി എന്ന നിലയിൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോചിച്ചു. ആര് പറഞ്ഞ പോലെയാണ്? ക്രിസ്തു പറഞ്ഞതുപോലെയാണ്. വചനം പറയുക, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആര് വഴി? അപ്പസ്തോലന്മാർ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്തെന്ന്? നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടും. നേരിട്ട് പറ്റുമോ? നേരിട്ട് രമ്യതപ്പെടാൻ പറ്റുമോ? ഇല്ല. അതിന് അധികാരം തന്നിട്ടില്ല. നേരിട്ടിട്ടല്ല, പിന്നെ എങ്ങനെയാ? ഞങ്ങൾ വഴി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഭൂമിയിൽ പാപമോചന ശുശ്രൂഷ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാർ വഴിയാ, മെത്രാന്മാർ വഴിയാ. ആ അധികാരം സഭയിലാണുള്ളത്, സഭയ്ക്ക് പുറത്തില്ല. ഈ അപ്പസ്തോലിക പാരമ്പര്യം, സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭ. ശ്ലൈഹികം എന്ന് പറഞ്ഞ വാക്ക് നിസ്സാരമല്ല. ഇതാണ് ഈ അധികാരം കിട്ടിയ കഥയായി പറയുന്നത്. നമ്മുടെ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ അപ്പനപ്പൂപ്പന്മാർ എനിക്ക് സ്നാനം നൽകിയത് ഒരു മെത്രാനാണ്, അല്ലെങ്കിൽ ഒരു വൈദികനാണ്. അവർക്ക് സ്നാനം കൊടുത്തത് അല്ലെങ്കിൽ അധികാരം കൊടുത്തത് മറ്റൊരു മെത്രാനാണ്. ഇങ്ങനെ മുകളിലോട്ട് പോയി എവിടെ എത്തും? അത് മാർ തോമാസ് ശ്ലീഹായുടെ പാരമ്പര്യത്തിൽ നിന്നെത്തും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മൾ പറയുന്ന ശ്ലൈഹിക പാരമ്പര്യം. നിസ്സാര കാര്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധികാരം ഉപയോഗിച്ചാണ് കുമ്പസാരം എന്ന ശുശ്രൂഷ നടക്കുന്നത്. അതല്ലാതെ ബൈബിളിൽ കുമ്പസാരം എന്ന് പറയുന്നില്ല, വൈദികരുടെ അടുത്ത് പോയി കുമ്പസാരിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ടി വിയിലൂടെ വാർത്താ ചാനലിലിരുന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടൊന്നും ഈ ശുശ്രൂഷ പോവില്ല. പോകുമോ? കുമ്പസാരം എന്ന പരിശുദ്ധ കുമ്പസാരത്തെ നാട്ടിൽ മുഴുവൻ അവഹേളിക്കുന്ന രീതിയിൽ സിനിമകൾ എടുക്കുകയോ ഡയലോഗ് അടിക്കുകയോ വാർത്താ ചാനലിന്റെ പരിഹസിക്കുകയോ ചെയ്തോളൊന്നും അധികാരം പോകുമോ? പോകില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വാസം കളയാൻ ശ്രമിക്കുക. അധികാരം അപ്പോഴവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കണം.